2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. അതുപോലെ നിങ്ങൾക്ക് വാഹന അപകടം ഉണ്ടാവാനിരുന്നത് അഥവാ ഉണ്ടായി തന്നെ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നു. വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. കോടതികളിൽ നടക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വിജയം അനുകൂലമായ വിധി വരുന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കെതിരെ കൊടുത്ത കേസാണെങ്കിൽ അത് തള്ളിപ്പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മക്കൾക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. മനസ്സമാധാനവും ആരോഗ്യവും തൃപ്തികരമാകുന്നു. ഏറെ നാളായി മകനോ മകളോ വിദൂരത്തിലായതുകൊണ്ട് നേരിൽ കാണാൻ സാധിക്കാതിരുന്ന ആ ഒരു ദുഃഖം മാറിക്കിട്ടുന്നു. ധനസമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നുണ്ട്. ചിലർക്ക് അധികാരമുള്ള പദവികളിലുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് അതായത് നിങ്ങളുടെ കഴിവുകൾ വെച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ, അതായത് നിങ്ങളെ മറ്റുള്ളവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതൊരു അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. കർമ്മമേഖല ഉണർവിലെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. അതിൽ നിന്ന് ലാഭം ലഭിക്കുന്നു. മാനഹാനിയും പേരുദോഷവും ഒക്കെ മാറിക്കിട്ടുന്നു. സമ്പത്തും മറ്റു വസ്തുക്കളും നഷ്ടമാകാനിരുന്നത് തടയാനും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. 2026 ജൂൺ 2 നടക്കുന്ന ഗുരു സംക്രമണം മൂലം പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. വിദ്യാർത്ഥികൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സം മാറിക്കിട്ടുന്നു. ചിലർക്ക് വിദേശ പഠനത്തിന് പോകാൻ ഭാഗ്യം ലഭിക്കുന്നു. സ്ഥിരമായ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധ്യതയുണ്ട്. ഖനന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പല വസ്തുക്കളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സ്വർണം, രത്നങ്ങൾ, മറ്റ് വിലപിടിച്ച പുരാവസ്തുക്കൾ ഇവ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗർഭിണികൾക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും സൗഖ്യം ലഭിക്കുന്നു. പൂർവിക സ്വത്തുക്കൾ ലഭിക്കുന്നു. വസ്തുക്കളായിട്ടാണോ ഭൂമിയായിട്ടാണോ പണമായിട്ടാണോ ഒക്കെ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. മുൻജന്മ സുഹൃതം ഈ സമയം വളരെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വയറിന് ബുദ്ധിമുട്ടുകളും ചില കഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരാം. അതുപോലെ കണ്ണിന് ചില പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വീട്ടിലേക്ക് ചില ഉപകരണങ്ങൾ വാങ്ങാനിരുന്നതിന് ചില തടസ്സങ്ങൾ കാണുന്നു. ഖനന മേഖലയിലുള്ളവർ അവരുടെ കിട്ടിയ ദ്രവ്യങ്ങൾ വിൽക്കുമ്പോൾ, സ്വർണ്ണമായിരുന്നാലും രത്നങ്ങളായിരുന്നാലും വിൽക്കുമ്പോൾ അത് പറ്റിക്കപ്പെടാനൊരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണം ഇടപാടുകൾ നടത്താനെന്ന് ജാതകത്തിൽ കാണുന്നു. സർക്കാരിൽ നിന്നും ചില നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ തക്ക സമയത്ത് നിങ്ങൾ മറുപടി കൊടുക്കുക. ഇനി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പറയുന്നത്. 4 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഐശ്വര്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ സഹകരണങ്ങൾ ലഭിക്കാം. പക്ഷേ ചിലർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 4 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനൊരു കാരണം ചില വിശാഖ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പല കേസുകളും പരാതികളും ഉണ്ടാകത്തക്ക സാധ്യതയുണ്ട്. അവസാനത്തെ 4 വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകുന്നു. കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആ തൊഴിൽ ഉപേക്ഷിക്കരുത്. അതുപോലെ ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ വിശാഖ നക്ഷത്രക്കാർക്ക് ചിലർ കലാസാംസ്കാരിക രംഗത്ത് അവരുടേതായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് പല നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നു. അതിൽ തന്നെ അവർക്ക് സ്ഥിരമായി നിൽക്കാനും സാധിക്കുന്നു. സൗഭാഗ്യങ്ങളും സമ്പത്തും അവർക്ക് ലഭിക്കുന്നു. ചിലർക്ക് നല്ല ജോലികൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ പല നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകാം. അതുപോലെ കാര്യസിദ്ധി ഉണ്ടാകാം. 23 വയസ്സിലൊക്കെ ഒരു നല്ല ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്
ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കൊരു വിവാഹം നടക്കുന്നതിന് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും. വാഹനം, വീട്, സ്ഥലം ഇവ സ്വന്തമാക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകാം. ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. എന്തെങ്കിലും പ്രയാസങ്ങൾ ശരീരത്തിനുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിവുള്ളതിനാൽ ഏറെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു. വളരെ ഉയർച്ചയിൽ വളരെ വേഗം എത്തുന്നതിന് അവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ നിലവാരത്തിലുള്ള വളരെ ഉയർന്ന ഒരു തൊഴിൽ അവർക്ക് ലഭിക്കാം. പിന്നെ ചില അലർജിയുടെ ശല്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ലഭിച്ച തൊഴിലിൽ നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകാം. ഇവിടെയും അവർക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ അല്ലെങ്കിൽ സാഹിത്യ രംഗങ്ങളിലൊക്കെ അവർക്ക് മികച്ച കാഴ്ച വയ്ക്കുന്നതിന് ഇവിടെയും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. ധർമ്മപരമായ കാര്യങ്ങളിൽ ഒരിക്കലും മുടക്കം വരരുത്. ആപത്തുകൾ വരാതെ ആ ധർമ്മകാര്യങ്ങൾ കാത്തുകൊള്ളും. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധനനേട്ടം ധാരാളം പ്രതീക്ഷിക്കാം. ഐശ്വര്യം നിലനിർത്താനുള്ള പൂജകൾ സ്വയം ചെയ്യുക. പൊതുവെ ഏറെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാം എന്നതൊഴിച്ചാൽ പിന്നെ ഉണ്ടാകുന്നത് നിങ്ങളുടെ വിലയേറിയ വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ ചതി വഞ്ചനയിലൊക്കെ പെടാണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ അവർക്ക് മാറിക്കിട്ടുന്നു. അതുപോലെ വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നു. പുതിയ വീട്, വാഹനങ്ങളും വാങ്ങുവാനായിട്ട് അവർക്ക് ഭാഗ്യമുണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് അവാർഡുകൾ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ ഉണ്ടാകും എങ്കിലും അതൊന്നും ധനപരമായ കാര്യങ്ങളെ ബാധിക്കുന്നില്ല. ഗുണമുള്ള സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുകയും ചെയ്യുക. 67 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒടിച്ചിലും ചതച്ചിലും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് കാർഷിക മേഖലകളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ജന്മദിന സമ്മാനങ്ങൾ ലഭിക്കുന്നതിനൊരു ഭാഗ്യവുമുണ്ട്. അതുപോലെ കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അച്ഛനമ്മ സഹിതം അന്യദേശത്തേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മമാരുടെ തൊഴിൽ എവിടെയാണോ അവിടേക്കായിരിക്കും മാറിപ്പോകുന്നത്. ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പല രീതിയിലും ചൂഷണങ്ങൾക്ക് വിധേയമാകാം ഉള്ളൊരു സാധ്യതയുണ്ട്. കുടുംബത്തിലെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ ക്രമേണ കുടുംബത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ടും ഈ സമയം മുതൽ കാണുന്നുണ്ട്. പക്ഷേ അവർ പല കാര്യങ്ങൾ വിചാരിക്കുന്നതെല്ലാം അവർക്ക് നടന്നു കിട്ടും. അതുപോലെ ധനപരമായി കുടുംബത്തിൽ ഒരു ഐശ്വര്യം പെട്ടെന്ന് തന്നെ ഒരു വളർച്ച വരാനും ഈ അവസാന കാലഘട്ടത്തിൽ സാധ്യതയുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സംരക്ഷണം ലഭിക്കാം. ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ് ലഭിക്കാം. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുക വഴി ഉയർന്ന പദവിയിലുള്ള അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. ധാരാളം ഉണ്ടാകും. ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാം. എങ്കിലും അലട്ടുന്ന ചെറിയ രോഗങ്ങൾ ഉണ്ടാകുന്നതേ ഉള്ളൂ. അത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിന് ചില അനിഴ നക്ഷത്രക്കാർക്ക് അധികാരമുള്ള ഒരു പദവി ലഭിക്കാം. ആജ്ഞാശക്തിയുള്ള ഒരു പദവി ലഭിക്കാം. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ഒരു നല്ല സമയമാണ്. പല നേട്ടങ്ങളും അവർക്കുണ്ടാകാം. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദമ്പതിമാർ തമ്മിൽ കലഹിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ബന്ധം വേർപിരിയാം. ചില വഴക്കൊക്കെ മൂത്തിട്ട് ബന്ധം വേർപിരിയാനും ഒരു സാധ്യതയുണ്ട്. ധനം ലഭിക്കുമെങ്കിലും അത് അനാവശ്യമായി അത് ചില വഴികളിൽ കൂടി ചിലവാകാനൊരു സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ആയതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ശ്രമിച്ചാൽ മതി, അങ്ങനെയുള്ള അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാൻ സാധിക്കും. സമ്പത്തുണ്ടാകും. സമ്പത്ത് ധാരാളമായി ഉണ്ടാകും. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും.
ഒരു പക്ഷേ ഇവർ ദേശത്തിൻ്റെ ഒരു ഭരണാധികാരിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുനർവിവാഹം കഴിക്കാനും ഒരു സമയം ഈ ജാതകത്തിൽ പറയുന്നുണ്ട്. കീർത്തിയും ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കാം. അതുപോലെ ഈ കുടുംബത്തിൽ ഐശ്വര്യം വരുന്ന ചില കാര്യങ്ങൾ നടക്കാം. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിന് യാതൊരുവിധ ഉദാസീനതയും കാണിക്കരുത്. പിന്നെ ചിലർക്ക് കണ്ണിനും ഉദരത്തിലും വായിലൊക്കെ ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ചികിത്സിക്കാൻ സാധിക്കും. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മനപ്രയാസങ്ങൾ വരാം. അശ്രദ്ധ കാണിച്ചാൽ ധനനാശം വരുന്നതിനൊരു സാധ്യതയുണ്ട്. അന്യദേശത്തേക്ക് പോകുന്നതിന്, അവിടെ ചെന്ന് താമസിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. പോലീസ് പരാതി ഉണ്ടാകുന്നതിനൊരു സാധ്യതയുള്ളതിനാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആഭിചാര ക്രിയകളിൽ നിന്ന് ഭയം ജനിക്കാം. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ധനം ധാരാളം ലഭിക്കുന്ന ഒരു ഭാഗ്യമുള്ള സമയമാണിത്. അതുപോലെ ഭൂമിയിലുള്ള വിളകളിൽ നിന്നും ഭൂമിയിൽ നിന്നും തന്നെ ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപ പദ്ധതികളിൽ നിന്നും അവർ ധാരാളം ധനം ലഭിക്കാം. അതുപോലെ തന്നെ അവർക്ക് പല രീതികളിലും അവർക്ക് ധനം വേറെ വഴികളിൽ കൂടിയും ധാരാളം നിയമപരമായി ധനം ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ നേരത്തെ ഉള്ള കാലത്ത് പറഞ്ഞതുപോലെ ഇവിടെയും ധനം ധാരാളം ലഭിക്കാം. അവർക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാം. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒന്നും ഇല്ലാതെ വളരെ സന്തോഷമായ ഒരു ജീവിതം അവർക്ക് നയിക്കുന്നതിന് സാധിക്കുന്നു. ഇതിൽ കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് അവിടെ നിന്നും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭം ലഭിക്കാം, ധനലാഭം. ചിലർക്ക് മൃഗങ്ങളുടെ വ്യാപാരം നടത്തി അതിൽ നിന്ന് ലാഭം സമ്പാദിക്കാൻ സാധിക്കും. ചിലർക്ക് കോഴികൾ പോലുള്ള പക്ഷികളെ വളർത്തി അതിൽ നിന്നും ലാഭം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഒരു ചെറിയ ശസ്ത്രക്രിയ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കൂടുതലും വീണിട്ടുള്ള ഒടിവ് ചതവ് മൂലമുള്ളതാകാനാണ് സാധ്യത. അതുപോലെ ധനം കൂടുതൽ ഉണ്ടാകും, അതുപോലെ ചിലവും ഉണ്ടാകും. അതുപോലെ രക്തത്തിലെ ചില ദോഷങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ആരോഗ്യം ഒടുവിൽ തൃപ്തികരമായിരിക്കും. ബന്ധുഗുണവും ലഭിക്കുന്നു. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ വളരെയധികം സഹായം സംരക്ഷണവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ബന്ധുക്കളെ കൊണ്ട് ലഭിക്കാം. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാം. അതുപോലെ തന്നെ അഗ്നിഭയം വരാതെ സൂക്ഷിക്കണം. ഈ സമയം കുട്ടിക്ക് തീപ്പൊള്ളലേക്കാൻ സാധ്യതയുള്ളതിനാൽ തീയുമായിട്ടുള്ള അടുപ്പം കുറച്ച് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് തടസ്സം കാണുന്നില്ല. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ചെറിയ ഒരു ദുഃഖം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അത് പല രീതിയിൽ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് അത് സാധിക്കും. അതുപോലെ ധനത്തിനും ഐശ്വര്യത്തിനും ഒക്കെ ഒരു ചെറിയ ഒരു കുറവ് വന്നേക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത പലതും കുടുംബത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരിൽ ചിലർക്ക്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരാരെങ്കിലും വേർപാട് വരുന്നതിന്, വിയോഗം വരുന്നതിനൊരു സാധ്യതയുണ്ട്. എങ്കിലും ഒരിക്കലും വിദ്യാഭ്യാസം ഇവിടെ മുടക്കം വരുന്നതായിട്ട് കാണുന്നില്ല. അരിഷ്ടതകൾ ക്രമേണ മാറി വരുന്നു. അതുപോലെ അന്യദേശത്തേക്ക് പോകുന്നതായിട്ടും കാണുന്നു. അവർ അച്ഛനമ്മയുടെ ജോലി സംബന്ധമായിട്ടോ ഒക്കെ അന്യദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവർക്ക് സർക്കാരിൽ നിന്നോ സന്നദ്ധ സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ സ്കോളർഷിപ്പ് കിട്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലേക്ക് വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ചിലർക്ക് വിദേശ പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നാൽ അത് താൽക്കാലികം മാത്രമാകുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടാനും ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് സമ്പാദിക്കാനും സാധിക്കുന്നു. വിശേഷപ്പെട്ട അധികാരികളിൽ നിന്ന് അവർക്ക് അപ്രതീക്ഷിതമായി അവർക്കൊരു വളരെ ഒരു നല്ലൊരു ഓഫർ, ജോലിയുടെ ഓഫർ അവർക്ക് കിട്ടുന്നു. അതിലവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വളരെ ഐശ്വര്യങ്ങളും സമ്പത്തും ജീവിത നിലവാരം തന്നെയാകെ മാറി അവർക്ക് നല്ലൊരു നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാൻ സാധിക്കുന്നു. സന്താനഭാഗ്യം ഉണ്ടാകുന്നു. ബന്ധുക്കളെ കൊണ്ട് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വരാം.
ചില പണത്തിന് കുറച്ച് ചിലവുകളൊക്കെ വരാം. ഇതിൽ ചിലർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും അവിടെ നല്ലൊരു തൊഴിൽ അവിടെ കിട്ടുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ സമയത്ത് കുറച്ച് വീഴ്ച മൂലം ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇവിടെ ചതിവും വഞ്ചനയും ഈ സമയം നടക്കാനൊരു സാധ്യതയുള്ളതിനാൽ നമ്മൾ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം. അത് നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കൂടുതലും വിദേശത്ത് പോകുന്ന ആൾക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും അവർക്ക് മാറിക്കിട്ടും. എല്ലാ മോശം സമയവും മാറിക്കിട്ടിയിട്ട് അവർക്ക് നല്ല പ്രതാപവും ഐശ്വര്യവും പദവിയും ആഡംബര ജീവിതവും വരുന്നൊരു സമയമാണ്. അവർക്ക് ഇതിൽ ചില ആൾക്കാർ ഒരു സേവനമെന്ന വ്യവസ്ഥയിൽ ഇപ്പം കുടിവെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ അവർ നാട്ടിൽ കുളം, കിണർ മുതലായവ സ്വന്തം പണം ചെലവാക്കി കുത്തുവാനും ജനങ്ങൾക്ക് ധാരാളം കുടിവെള്ളം അതുവഴി പരിഹരിക്കാനും അവർക്ക് സാധിക്കുന്നു. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് ചില അവയവങ്ങൾക്കൊരു സർജറി വേണ്ടി വരാം. സർക്കാരിൽ നിന്നും ചില നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ മറുപടി കൊടുത്താൽ മതിയാകും. അതുപോലെ തസ്കരന്മാർ നിങ്ങളുടെ പലതും അപഹരിക്കാൻ സാധ്യതയുള്ളതിന് അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയം ഒരു മോഷ്ടാവിൽ നിന്നൊക്കെ ഉള്ളൊരു ഭയം കാണുന്നുണ്ട്. എങ്കിലും നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതിനാൽ, നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നതിനാൽ നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. നിങ്ങൾക്ക് അന്തസ്സായിട്ട് തലയുയർത്തി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. 59 വയസ്സ് മുതൽ 77 അതിന് മുകളിലോട്ടുള്ളവർക്ക് അശ്രദ്ധ കാരണം മുത്തിദോഷം നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പശ്ചാത്തപിക്കേണ്ട ഒരു സമയമാണ്. അല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇതിൽ ചില ആൾക്കാരെ വിദേശത്തേക്ക് പോയി അവിടെ തന്നെ സ്ഥിര താമസമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങളാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.